സിനിമ ഉണ്ടായിരുന്നോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ട്. നല്ലത് വെച്ചാൽ പരീക്ഷണം വിജയിച്ച് ഇതിൽ സപ്പോർട്ട് ചെയ്ത മമ്മൂട്ടിക്ക് അടിപൊളി കൺഗ്രാജുലേഷൻ കൊടുക്കണം. വെറും 4 ആളെ ഉള്ളൂ. പടം ശ്രദ്ധിച്ചത് 4 ആളെ ഉള്ളൂ. വെറും മമ്മൂട്ടി പിന്നെ 2 സബ് ആർട്ടിസ്റ്റുകൾ, മൊത്തം 4 പേര്. അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ പരീക്ഷണം ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. തകർത്തടി 4 പേര് പറയാനില്ല. ബ്രഹ്മയുഗം അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ വാക്കി എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു. എല്ലാരും സപ്പോർട്ട് ചെയ്ത് മമ്മൂട്ടിക്ക് ഇങ്ങനെ നല്ല ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടം ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ബെസ്റ്റ് ഫിലിം ആവും അത്. ആ ബെസ്റ്റ് ഫിലിമിൽ ഒരു 10 എണ്ണത്തിലുണ്ടെങ്കിൽ ഒന്നായിട്ട് മാറും, അങ്ങനെ പറയാം. നല്ല രസമായിട്ട് ഇങ്ങനത്തെ ഈ ജനറേഷനിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പരീക്ഷണം ചെയ്തതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൽ ഈ പരീക്ഷണം വിജയിച്ചു 100% അടിപൊളിയായിട്ട് വിജയിച്ചു. സൂപ്പറായിട്ട് പടം ഒരു രക്ഷയില്ല, ഒരേ പൊളി എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ് അങ്ങനത്തെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ പറയുന്നത്. പിന്നെ മേക്കിംഗ് ഒക്കെ ഒരു വെൽ മെയ്ഡ് ഫിലിമാണ്. ഇപ്പോൾ സദാശിവന്റെ നമുക്കറിയാം ഭൂതകാലം വെൽ മെയ്ഡ് ഫിലിമാണോ ആ രീതിയിൽ ആ കാറ്റഗറിയിൽ പെടുത്താവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിമാണ്. അത് ഈവൻ സ്ക്രിപ്റ്റ് ലെവലിലായാലും ഡയറക്ഷൻ ലെവലിലായാലും ഈവൻ ടെക്നിക്കൽ ലെവലിലായാലും വെൽ മെയ്ഡ് ആണ്. ഓരോ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അഭിനയം? ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, 4-5 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അവർക്ക് കൊടുത്ത ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് അശോകനായിക്കോട്ടെ, സിദ്ധാർത്ഥ് ഭരതനായിക്കോട്ടെ, മമ്മൂക്കായിക്കോട്ടെ. മമ്മൂക്ക വെച്ച് പറയാൻ പറ്റില്ല, മമ്മൂട്ടിയുടെ കരിയറിലെ ബെസ്റ്റ് ഫിലിമായി മാറും. മമ്മൂക്കയുടെ ഏറ്റവും കരിയറിൽ ഏറ്റവും ബെസ്റ്റ് 5 ഫിലിം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫിലിം ഇതായിരിക്കും. ഒരു രക്ഷയില്ല. അഭിനയം എന്ന് പറഞ്ഞാൽ ഈ പേരൻപ് ഒക്കെ പോലത്തെ അഭിനയമാണോ? പേരമ്പിലൊക്കെ മമ്മൂട്ടി കാഴ്ച വെച്ചിട്ടുള്ള ഡെഡ്ലി വില്ലൻ ക്യാരക്ടറാണ്. എനിക്കറിയില്ല അത് ഈ മമ്മൂക്കല്ലാതെ ഇത്രയും ബെസ്റ്റ് ആയിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ. നമുക്കറിയാലോ, നമുക്ക് 70s ഒരു വിന്നിംഗ് സ്ട്രീക്കിലാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടൊരു സൂപ്പർ സ്റ്റാർ, ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ ഫിലിം എടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ ഇതിനെ എടുക്കും? ഇത് ഈ പടം ഡിമാൻഡ് ചെയ്തതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് ഈ ഒരു കളറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ ഗംഭീരമായിട്ട് ഈ പടത്തിന് ആപ്റ്റ് ആയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തോന്നുന്നു ഇത്രയും ഇമ്പാക്ട് വരുന്നത്. അത്രയും വെൽ മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒറ്റ ബാക്കി പറഞ്ഞ തിയേറ്റർ കത്തിച്ച് ഉറപ്പായിട്ടും ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ ബെസ്റ്റ്. ഉറപ്പായിട്ട് നമുക്കറിയാം, നമുക്ക് അത്രയും നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കടെ എല്ലാ ഫിലിംസും ഹിറ്റാണ്. പക്ഷേ ഈ ഒരു ഫിലിം മമ്മൂക്ക എന്താ പറയുക, മമ്മൂക്കയുടെ ലൈഫിൽ ഇപ്പോൾ ഇവിടെ ഫാൻസ് ആയിക്കോട്ടെ, ഓഡിയൻസ് ആയിക്കോട്ടെ, ഒട്ടും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ്. അത്രയും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഒരു മുൻപന്തി നിൽക്കുന്ന ക്യാരക്ടർ നമുക്ക് ചെയ്യുമെന്നുള്ള സംശയമാണ്. ആ രീതിയിലാണ് നമുക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഗംഭീരമായിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, ബിയോണ്ട് ദി വേർഡ്സ് എന്ന് പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? മൂവി അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ? തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തോന്നില്ല, നമ്മൾ ആ ഒരു ഫീൽഡ് പോകില്ല. പക്ഷേ മമ്മൂട്ടിന്റെ അഭിനയം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എങ്ങനത്തെ ഒരു പടം എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ ഒരു രീതിയിലൊക്കെ അഭിനയിക്കുക വെച്ചാൽ ഭയങ്കര സംഭവം. തിയേറ്റർ കത്തിച്ച ഇതാണ് കുലിക്കുക, അല്ലാതെ വെറുതെ കുലിക്കി എന്നറിയിട്ട് തള്ളിയിട്ട് കാര്യമില്ല. കുലിക്കണം, ഇതാണ് കുലിക്കണം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവി, സെറ്റ്. ചേട്ടാ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? തിയേറ്റർ കുലിക്കുക. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ കാലത്തേക്ക് ഒരു തിരിച്ചു പോക്കി. തിയേറ്റർ കുലുക്കി കത്തിച്ച് കളഞ്ഞു. ബ്രോ മൂവി ഉണ്ടായിരുന്നോ? രക്ഷയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? തിയേറ്റർ കുലുക്കി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്കൊക്കെ അല്ലാത്ത വേറെ ആർക്കും പറ്റില്ല ഇത്രയും നല്ലൊരു അഭിനയം. സൂപ്പർ മൂവി. ഒരു തിയേറ്റർ റെസ്പോൺസ്, ദൃശ്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. രക്ഷയില്ല. ഒരു രക്ഷയില്ല. തിയേറ്റർ കുലുക്കി. മമ്മൂട്ടിയുടെ ഓരോ രംഗങ്ങൾ കാണുമ്പോൾ പ്രത്യേകത കണ്ടെന്ന് വിലയിരുത്തണം. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണണം. എല്ലാ തിയേറ്ററിൽ അത്രയും വൃത്തിയാണ് ആ പടത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ. സിനിമ ഉണ്ടായിരുന്നോ? അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്. മമ്മൂക്കാന്റെ അയിനാട്ടാണ്. മലയാള സിനിമയിൽ ഇതുപോലത്തെ നായകൻ ഉണ്ടാവില്ല മലയാള സിനിമയിൽ.
അത് ഉറപ്പാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത കാരണം ഇപ്പോഴത്തെ തലമുറക്ക് ഇവിടെ കാണേണ്ടത് അതിനൊരു എക്സ്പീരിയൻസ് കാണേണ്ടത്. ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണണം. തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണണം. ഇപ്പോൾ അത്ര അടിപൊളിയാണ്. കാരണം അഭിനയം മറ്റുള്ള നടന്മാർ ഇത് കണ്ട് പഠിക്കണം. തലമുറക്ക് പഠിക്കാൻ ഒരു പാടാണ്. ഈ പ്രായത്തിലും പുതുതലമുറക്ക് മറ്റുള്ള ഇങ്ങനെയുള്ള തലമുറക്ക് അയാളൊരു പാടാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാടാണ്. അത്ര അടിപൊളി പെർഫോമൻസ് ആണ്. നമുക്ക് അതിനാടാണ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ അടിപൊളി സിനിമ ആയിരുന്നു. എന്തായിരുന്നു തിയേറ്റർ റെസ്പോൺസ്? എങ്ങനെ? അടിപൊളി സൗണ്ട് സിസ്റ്റമാണ്. നല്ല ശരിക്കും എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമ ഒക്കെ കാണുന്നത് പോലെ ശരിക്കും മലയാള സിനിമ നമുക്ക് കണ്ടാൽ തോന്നുകയില്ല. അത്രയ്ക്കും സൂപ്പറായിട്ടുണ്ട്. മമ്മൂക്കൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ വന്നിട്ട് തന്നെ സിനിമ കാണണം. തീർച്ചയായിട്ടും കാണണം. ശക്തി ഈ 4K വന്ന് ശക്തി വന്ന് കാണാൻ നല്ല അടിപൊളിയായി. ശരിക്ക് മലയാള സിനിമ കാണാമെന്ന് തോന്നുന്നില്ല നമ്മൾ കണ്ടത്. സൂപ്പറായിട്ടുണ്ട്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയുക, ഞങ്ങളിപ്പോൾ 9:30 ഷോ കണ്ട് ഇറങ്ങിയതാണ്. എന്താണ് അങ്ങേര് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഇപ്പോൾ ഇത് എന്തിനുള്ള പുറപ്പെടാന്ന് ഒരു മനസ്സിലാവുന്നില്ല. പ്രായം കൂടും തോറും വീരം കൂടെയാണ്. തീർച്ചയായിട്ടും വല്ലാത്തൊരു അറ്റംപ്റ്റ് ആണ്. കാരണം 17-ാം നൂറ്റാണ്ടിലുള്ള ആ ഒരു കാലഘട്ടം, അതിൻ്റെ ആർട്ട് വർക്കും, അതുപോലെ തന്നെ ഒരു 3 ആക്ടേഴ്സിനെ വെച്ചിട്ട് 2.5 മണിക്കൂർ നമ്മളവിടെ എത്തിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞു തിയേറ്റർ ശരിക്കും ഇളക്കി മറിച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ BGM-ഉം കാര്യങ്ങളും, അതുപോലെ അതിൻ്റെ ആർട്ട്, അതുപോലെ തന്നെ പടം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 ആർട്ടിസ്റ്റുകളുള്ളൂ. പക്ഷെ നമ്മൾ 2.5 മണിക്കൂർ ശരിക്കും അവിടെ നമ്മളെ ഇരുത്തി കളയും. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം പറയണ്ട, ഒരു രക്ഷയില്ല. ഒരു രക്ഷ. ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ് മമ്മൂട്ടി നമുക്ക് മനസ്സിലാവുന്നില്ല. മമ്മൂട്ടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളും പലരും പഠിക്കാനുണ്ട്. ആ കലാപരമായിട്ടുള്ള കാര്യം, ആർട്ട് വർക്കും, കാരണം സെറ്റ് കാര്യങ്ങൾ, അതിൻ്റെ അതിൽ കാണുന്ന ആ ആക്ടേഴ്സ്, അതുപോലെ തന്നെ ആ കഥാപാത്രം, ചാത്തൻ എന്ന കഥാപാത്രം ഇത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാട്. അതായത് മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒരു ക്ലാസിക്കൽ ബെസ്റ്റ്, അങ്ങനെ വേണം പറയാൻ. നമുക്ക് എവിടെ കൊണ്ട് നിർത്താൻ പറ്റും അത്ര ഒരു കഥാപാത്രം, അങ്ങനത്തെ സിനിമ.